സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസിൻ്റെ ഭാര്യ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെപ്പോഴും വീട്ടിലേക്ക് വരണമെന്നില്ല, നിങ്ങൾ ഇവിടുത്തെ കാര്യത്തെ ഓർത്ത് ആകുലപ്പെടണ്ട, മക്കളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ അതെല്ലാം നന്നായിട്ട് നോക്കിക്കൊള്ളാം, നിങ്ങൾ പോയി സുവിശേഷ വേല ചെയ്യുക. തോമസ് ലീഗ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വരുമ്പോൾ, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക്, ഇനി അങ്ങേ അറ്റത്തേക്ക് ഏറ്റവും റിമോട്ടായ ഒരു രാജ്യത്തേക്കോ, ഇനി ഭാരതത്തിൻ്റെ ഏതെങ്കിലും വളരെ റിമോട്ടായ ഒരു ഗ്രാമത്തിലേക്കോ ഒക്കെ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ എനിക്കും എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു കാര്യം അറിയാം. ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ, 2 ആഴ്ച കഴിയുമ്പോൾ, അല്ലെങ്കിൽ പരമാവധി 1 മാസം കഴിയുമ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരും. തോമസ് ലീഗ ഭാരതത്തിലേക്ക് കപ്പൽ കയറുമ്പോൾ തോമസ് ലീഗയുടെ ഭാര്യയ്ക്കും മക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്കും എല്ലാം ഒരു കാര്യം അറിയാമായിരുന്നു, അദ്ദേഹം ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയില്ല. തോമസ് ലീഗയ്ക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വേദപുസ്തകത്തിൽ ഇത് എഴുതപ്പെട്ടിട്ടില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇത് എഴുതാത്തത്? ഇത് എഴുതാത്തതിൻ്റെ കാരണം എന്തെന്നറിയാം? ഇത് എഴുതപ്പെടാത്ത ബൈബിളിൻ്റെ ഭാഗമാവാൻ, എഴുതപ്പെടാത്ത തിരുവെഴുത്തുകളുടെ ഭാഗമാവാൻ എന്തുകൊണ്ടായിരിക്കും കർത്താവ് അനുവദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇത് കൂടുതൽ വില കൊടുത്തവരുടെ ചരിത്രമാണ്. ഈ കൂടുതൽ വില കൊടുത്തവരുടെ ചരിത്രം വെളിപ്പെടാതിരിക്കുമ്പോൾ, അതിനൊരു രഹസ്യാത്മകം ഉണ്ടായിരിക്കുമ്പോൾ, അതിൻ്റെ പുണ്യവും അതിൻ്റെ ലാവണ്യവും അതിൻ്റെ വേർച്ചയും വളരെ കൂടുതലാണ്. ആരും അറിയാതിരിക്കുമ്പോൾ, ഒരു ഭാര്യ സഹിച്ച വേദനകൾ, ഒരു മകൻ, ഒരു മകൾ തൻ്റെ അപ്പനെ, തൻ്റെ കുടുംബനാഥനെ ദൈവവേലയ്ക്കായി പറഞ്ഞയക്കേണ്ടി വരുമ്പോൾ ഒരു മകൻ ഏറ്റെടുത്ത കുടുംബഭാരം, ഇതൊക്കെ എഴുതപ്പെട്ടിരുന്നെങ്കിൽ ബൈബിൾ വെക്കാൻ ഭൂമി തികയുമായിരുന്നില്ല. എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെയും ചോരയുടെയും വേദനയുടെയും നിലവിളിയുടെയും എഴുതപ്പെടാത്ത ചരിത്രങ്ങൾ ബൈബിളിൻ്റെ പിന്നാമ്പുറങ്ങളിൽ, ഈ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എഴുതപ്പെടാതെ കിടപ്പുണ്ട്. ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ഈ അന്തരീക്ഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ ധ്യാന വിചാരങ്ങളിലൂടെ നാം വായിച്ചെടുക്കേണ്ട ബൈബിളാണവയെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, ഇവരെല്ലാവരും സത്യത്തിൽ കുടുംബത്തെ ഉപേക്ഷിക്കുക എന്നതിനപ്പുറത്ത് ഇവരെല്ലാവരും കുടുംബത്തെ സമർപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, അവരുടെ കുടുംബത്തെ, അവരുടെ പ്രിയപ്പെട്ടവരെ കർത്താവിനായിട്ട് ഡൊണേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ മാതാപിതാക്കന്മാർ, ഈ അന്ധനായി ജനിച്ചവൻ്റെ, അല്ലെങ്കിൽ സുഖപ്പെട്ട അന്ധൻ്റെ മാതാപിതാക്കന്മാരായിരിക്കുക ഈസ് വെരി ഡേഞ്ചറസ്. കർത്താവിനാൽ സ്പർശിക്കപ്പെട്ട ഒരാളുടെ പ്രിയപ്പെട്ടവളായിരിക്കുക എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന, വലിയ വില കൊടുക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്.